അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറിയോ ടോഫി പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഓറിയോയുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലാന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത് ബട്ടർ ആയാലും മതി. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ലതുപോലെ 4 സൈഡിൽ ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ഒന്ന് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ല കണക്ക് ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യമുള്ള ടോഫി ഉണ്ടാക്കണം. അതിന് ഞാൻ ഒരു പാക്കറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കണം. എന്നിട്ട് ഇതിലേക്ക് പ്രഷർ വരുമ്പോഴത്തേക്ക് ഇത് വെയിറ്റ് ഇട്ടിട്ട് 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടോഫി റെഡിയായി കിട്ടും. ടോഫി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമ്മൾ പുഡിങ്ങിന് എടുക്കാൻ. ഇതിനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ജെലാറ്റിനാണ് കണക്ക്. നിങ്ങൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 20 ഗ്രാം ജെലാറ്റിൻ എടുക്കണം. ഇതൊരു 10 ഗ്രാം ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിനകത്ത് വെച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഇനി നമുക്ക് കോഫി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ചെറിയ സ്പൂണിൽ കോഫി പൗഡറാണ് ഇട്ടേക്കുന്നത്. ഒരു കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മതി കേട്ടോ. അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുഡിങ്ങിന് പാല് വേണം. ഞാനൊരു 1/2 ലിറ്റർ പാല് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാലൊന്ന് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ പാലിനകത്തോട്ട് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചേക്കുന്ന കോഫി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന കുതിർക്കാൻ വെച്ചേക്കുന്ന ജെലാറ്റിൻ ഉണ്ടല്ലോ, ജെലാറ്റിൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിന് നല്ല ചൂടുള്ള പാലായി ചൂടോടുകൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മൾ ആദ്യം സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന കോഫി മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോഴിത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ടിയായി കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ടോഫി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ടോഫി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീം പരുവാവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ക്രീം പരുവാവുന്നിടം വരെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് പീനട്ട്സും കൂടെ പൊടിച്ചതായിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ക്രീം വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതും ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതുപോലെ.
ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ക്രീമും കൂടെ ഫുള്ള് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ഓറിയോയുടെ ബിസ്ക്കറ്റ് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് പൊടിച്ച ബിസ്ക്കറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ.